ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് ഡേറ്റിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി ഡാമിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിൽ വെച്ച് ഏറ്റവും വലിയ ഡാമാണ് ചിമ്മിനി ഡാം. അത്യധികം വളരെ മനോഹരമായ പ്രദേശം കൂടിയാണ് ചിമ്മിനി ഡാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയി നോക്കാം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ യാത്രയിലുടനീളം പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചിമ്മിനി ഡാമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ രാവിലെ ഒരു 8 മണിക്കെങ്കിലും അവിടെ എത്തണം. 8 മണിക്ക് ചിമ്മിനി ഡാം ഓപ്പൺ ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള രാവിലെ പ്രഭാത കാഴ്ചകളും അതുപോലെ തന്നെ ആനിമൽ സൈറ്റൊക്കെ കിട്ടാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് 8 മണിക്കൊക്കെ പോകുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ്, അവിടെ എത്തുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങുന്നത് സമയം ഏകദേശം 10 മണി കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ വരും. അപ്പോൾ ബെറ്റർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു 8 മണിക്കെങ്കിലും അവിടെ എത്തുന്ന രീതിയിൽ ഒരു 7 മണിക്കെങ്കിലും ഇറങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ പോകുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ നിന്നാണ്. അപ്പോൾ പറവൂരിൽ നിന്ന് പുത്തൻവേലിക്കര മാള വഴി കട്ട് ചെയ്തിട്ട് കൊടകര വഴി കട്ട് ചെയ്തിട്ട് ആ റൂട്ടിലൂടെ മാപ്പ് ഇട്ടാണ് ഞാൻ ഇപ്പോൾ ചിമ്മിനി ഡാമിലേക്ക് പോകുന്നത്. 60 കിലോമീറ്ററാണ് നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഫാമിലിയായിട്ട് ഞങ്ങളിപ്പോൾ എവിടെ പോയാലും ഈ ഹോണ്ട സിറ്റി കാറിലാണ് പോകാറുള്ളത്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അടിമുട്ടാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഈ നടുവേദന കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ ബൂട്ട് സ്പേസ് അത്യാവശ്യം വലുതായതുകൊണ്ട് ഒരു 20 ലിറ്ററോളം വെള്ളം നമ്മളെപ്പോഴും കൊണ്ടു നടക്കാറുണ്ട് പോകുമ്പോൾ. അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് എടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ കൊടകര കഴിഞ്ഞ് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മാപ്പിട്ടാണ് വന്നത്. അപ്പോൾ മാപ്പിട്ടപ്പോൾ നമുക്കൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ മാപ്പ് എപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വണ്ടി ഓടിക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധ തെറ്റിയാൽ ഇത് റൂട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇത് ഡീവിയേറ്റ് ചെയ്ത് വേറെ റൂട്ട് കാണിക്കും. അങ്ങനെ നമ്മളൊരു റൂട്ട് തെറ്റി ഒരു പക്ക ഓഫ് റോഡായ ഒരു വഴി കൂടി കയറി. അങ്ങനെ രണ്ട് വശത്തും ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഡീപ്പ് ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല ഡേഞ്ചറായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് പെട്ടെന്ന് വണ്ടിയുടെ അടിയൊക്കെ ഒരുപാട് തട്ടി എങ്ങനെയൊക്കെയോ പിന്നെ മെയിൻ റോഡിൽ കയറി അവസാനം ഈ ഒരു കലിങ്ക് വരെ എത്തി. ചിമ്മിനി ഡാമിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പഴയ ഒരു ഐക്കോണിക് ബ്രിഡ്ജാണ് കേട്ടോ ഇത്. ഇതിൻ്റെ താഴെ കൂടി ഒരു ചെറിയൊരു നീർച്ചാല ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെ വരുന്നവരൊക്കെ സാധാരണ ഇവിടെ നിർത്തി ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണാറുണ്ട്. വളരെ പഴയൊരു പാലമാണിത്. ഈ പാലം കഴിഞ്ഞ് രണ്ട് വശത്തും ഇടതൂർന്ന റബ്ബർ മരങ്ങളാണ് കേട്ടോ. എന്ന് വെച്ചിട്ട് ഇത് നാടൊന്നുമല്ല, നല്ല ഫോറസ്റ്റ് തന്നെയാണ്. ഒരുപാട് എലിഫൻ്റ് ഇറങ്ങാറുള്ള സ്ഥലമാണ്. ഇവിടെ എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആനയുടെ ശല്യമുള്ള പ്ലേസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഇവിടുന്ന് റോട്ടിലേക്ക് ഇറങ്ങാൻ. ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ടില്ല, വണ്ടി ഐഡിലിട്ടേക്കുമാണ്. അപ്പോൾ വണ്ടി ഓഫ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് നമുക്ക് എടുത്തു പോകാനൊക്കെ അതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ ഒരുപാട് സമയം നമ്മളിവിടെ നിർത്താൻ പാടില്ല. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ടാസ്വദിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വഴിയിലൂടെ പോകണം. ചിമ്മിനി ഡാമിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത് ഇടതൂർന്ന ഈ വനങ്ങളുടെ ഇടയിലൂടെ പോകുന്ന ഈ റോഡ് തന്നെയാണ് കേട്ടോ. അതൊരു പ്രത്യേക ഭംഗിയാണ്. ഡ്രോണൊക്കെ വെച്ച് ഷോട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ.
ചിമ്മിനി ഡാം എത്തുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് റോഡ് സൈഡിൽ നിർത്തിയതാണ്. അപ്പോൾ വരന്തപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ബൂത്ത് ഉണ്ട്. അപ്പോൾ വേസ്റ്റ് ബോട്ടിലേക്ക് ഇതിൽ നിക്ഷേപിക്കുക, ലക്ഷ്യമായി വലിച്ചെറിയാതെ ഇതിൽ നിക്ഷേപിക്കാനുള്ള ഒരു സംവിധാനം ആ ഗ്രാമപഞ്ചായത്തിന് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു മനോഹരമായ ഒരു സ്ട്രീം ഇതിലൂടെ ഒഴുകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ നിർത്താറുണ്ട്. മെയിനായിട്ട് കുളിക്കാൻ വേണ്ടിയാണ് ആൾക്കാരെല്ലാവരും ഇവിടെ നിർത്തുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും വണ്ടികൾ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ വലിയൊരു മരമുണ്ട് ഇവിടെ. അപ്പോൾ മരത്തിൻ്റെ സൈഡിലൂടെ നമുക്ക് ഇറങ്ങി ആ സ്ട്രീമിലേക്ക് ഇറങ്ങാം. കാര്യമായിട്ട് ആഴമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇറങ്ങി നോക്കിയതാണ്. എന്നിരുന്നാലും കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേര് കുളിക്കുന്നത്. അപ്പോൾ ഒഴുക്കുണ്ട്, എന്നാലും കുട്ടികളെയൊക്കെ ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചിട്ട് നമുക്ക് കുളിക്കാവുന്ന അത്രയൊക്കെ തന്നെ ഉള്ളൂ. വലിയ കാര്യമായിട്ട് വലിയ ആഴവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, 6 മണിയൊക്കെ ആവുകയാണെങ്കിൽ ഇവിടെ ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഒരുപാട് കാട്ടാനകളുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉച്ച സമയത്താണ് എത്തിയിരിക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. അതുമാത്രമല്ല ഒരുപാട് ആളുകളും ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല. നമ്മളങ്ങനെ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ മെയിൻ എൻട്രൻസ് ഗേറ്റ് കിടക്കുവാണ്. ഇതാണ് ഇതിൻ്റെ വലിയൊരു കവാടം. ഈ കവാടത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് അകത്ത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. അതിനുശേഷം വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകാൻ. സാധാരണ ദിവസങ്ങളിൽ ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാകാറില്ല. ഇപ്പോൾ ഒരു ഓണം റിലേറ്റഡ് ആയിട്ട് വെക്കേഷനാണല്ലോ, അപ്പോൾ അതിൻ്റേതായ നല്ല തിരക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് ഈ കാണുന്ന ആ ഒരു ഫോറസ്റ്റ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകാൻ. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്, അതുപോലെ ഇവിടുത്തെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് നമ്പറും ടിക്കറ്റ് റേറ്റും ഒക്കെ കിട്ടും. പിന്നെ ഇതുപോലെ ഇവിടെ കുട്ടവഞ്ചി സഫാരി ഉണ്ട്. അതിന് 400 രൂപയാണ് ഒരു കുട്ടവഞ്ചിക്കുള്ളത്. അപ്പോൾ അച്ഛനാണ് പോയി ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടിക്കറ്റും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. ഒരു മുതിർന്ന ആൾക്ക് 40 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ 160 രൂപയും കാറിന് 55 രൂപയാണ്. അങ്ങനെ ടോട്ടൽ 215 രൂപ. 2024 സെപ്റ്റംബറിലെ റേറ്റാണ് കേട്ടോ അത്. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുവാണ്. കൊട്ടവഞ്ചിയുടെ ടിക്കറ്റും അതുപോലെ സൈക്ലിങ്ങിൻ്റെ ടിക്കറ്റും അതുപോലെ നമുക്ക് ട്രക്കിങ് പോകാനുള്ള ടിക്കറ്റൊന്നും ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് ജസ്റ്റ് നമുക്ക് എൻട്രൻസിൻ്റെ ടിക്കറ്റും കാറിൻ്റെ പാർക്കിംഗ് മാത്രമേ പറ്റുള്ളൂ. അതിന് നമ്മൾ അകത്ത് ചെന്നിട്ട് വേറൊരു കൗണ്ടറുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് അതിനുള്ള ടിക്കറ്റുകളൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ 2 വശം ഫോറസ്റ്റ് തന്നെയാണ്. നമ്മളിതിലൂടെ പയ്യെ വണ്ടി ഓടിച്ച് ഇതിൻ്റെ ഡാമിൻ്റെ എൻട്രൻസിലേക്ക് പോവുക. അതുപോലെ തന്നെ പോകുമ്പോൾ 2 വഴിയായിട്ട് തിരിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലൂടെ പോവുക. ലെഫ്റ്റ് സൈഡിലൂടെ പോയാൽ മാത്രമേ നമുക്ക് കുട്ടവഞ്ചിക്കുള്ള ടിക്കറ്റും അതുപോലെയുള്ള ഡാമിൻ്റെ റിസർവറും ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഡാമിൻ്റെ മറ്റേ ഫ്രണ്ടിൻ്റെ വെള്ളം വീഴുന്ന ഭാഗമില്ലേ, അത് കാണാൻ പറ്റുള്ളൂ. അത് കാണണമെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകണം. അല്ലെങ്കിൽ നമ്മൾ അകത്തുകൂടെ തന്നെ നടന്ന് നമുക്ക് ഡാമിൻ്റെ ഷട്ടറൊക്കെ ഓപ്പൺ ചെയ്യുന്ന ഭാഗവും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബെറ്റർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ പോയിട്ട് എല്ലാം കണ്ട് അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. റൈറ്റ് സൈഡിലൂടെ പോയാൽ നമുക്ക് ആകെ ആ ഡാമിൻ്റെ ഓപ്പണിംഗ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ പാർക്കിങ്ങിലല്ല നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്, റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. ഈ ഓണം വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. സാധാരണ ദിവസങ്ങളിലൂടെ ആരും ഉണ്ടാവാറില്ല, പക്ഷേ ഇപ്രാവശ്യം നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തു. നമ്മൾ കയറുമ്പോൾ തന്നെ ശലഭോദ്യാനം, ഔഷധോദ്യാനം, അതുപോലെ തന്നെ നക്ഷത്രവനം എന്നൊക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെ ജസ്റ്റ് കയറിയതാണ്. നമ്മുടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്താണ്. അപ്പോൾ അതുപോലെ അവിടെ പൈപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഫ്രഷ് ആവേണ്ടവർക്കൊക്കെ അവിടെ ഫ്രഷ് ആവാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ വഴിയിലൂടെ പോയതാണ്. അപ്പോൾ ആ വഴിക്കൊന്നും സാധാരണ ആരും ഇല്ല, എല്ലാവരും നേരെ ഡാമിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, അങ്ങനെ ശലഭങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അതുപോലെ തന്നെ ഔഷധ ചെടികളുണ്ടാവുമായിരിക്കും, ഞാനൊന്നും കാണുന്നില്ല ഇവിടെ. പക്ഷെ എന്നിരുന്നാലും നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്, അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ ഞാനും കുഞ്ഞും മാത്രമേ വന്നുള്ളൂ ഈ ഭാഗത്തേക്ക്, ബാക്കി എല്ലാവരും പുറത്ത് തന്നെ നിൽക്കുവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ശലഭോദ്യാനത്തിൽ കാണാൻ വേണ്ടി. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് നടന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് അടുത്തത് എന്തൊക്കെ കാണാൻ പറ്റും നോക്കാം.
സമയം അപ്പോഴത്തേക്കും 2 മണി കഴിഞ്ഞിട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് ഇവിടുന്ന് കിട്ടാൻ കുറച്ച് പാടാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഈ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ വലിയ രീതിയിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ എല്ലാവർക്കും ഉള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എക്കണോമിക്കലി അത് ഭയങ്കര ലാഭമാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഫുഡ് കഴിക്കാം. വേറെ വയറിനൊന്നും കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും വണ്ടിയിലിരുന്ന് തന്നെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അല്ലെങ്കിൽ പിന്നീട് ഫുഡ് കഴിക്കാൻ നമുക്ക് സമയം കിട്ടില്ല നടന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും. ഈ നിലനിർത്തി കാണുന്ന ആർച്ചാണ് ഡാമിലേക്കിൻ്റെ മുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാവുന്ന വഴി. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ചെറിയൊരു വഴിയാണ് ചെറിയ സ്നാക്സ് വാങ്ങിക്കാനും അതുപോലെ തന്നെ കൊട്ടവഞ്ചിയുടെ ടിക്കറ്റ് എടുക്കാനും കൊട്ടവഞ്ചിക്ക് യാത്ര ചെയ്യാനുള്ള പ്ലേസാണത്. അതിൻ്റെ റൈറ്റ് സൈഡിലൂടെ ഒരു ടാറിട്ട റോഡ് പോകുന്നുണ്ട്. ആ വഴിയിലൂടെയാണ് നമുക്ക് ഡാമിൻ്റെ ഫ്രണ്ട് ഷട്ടർ വരെ കാറിലോ ബൈക്കിലോ പോകാൻ പറ്റും ആ വഴിയിലൂടെ. അപ്പോൾ ഈ വഴി വെയിലൊന്നും ഇല്ലെങ്കിൽ നടക്കാൻ അടിപൊളി വഴിയാണ്. നല്ല ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വെയിലുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. അതുകൊണ്ട് കയ്യിലൊരു കുട കരുതുന്നത് വളരെ നന്നായിരിക്കും. കണ്ടില്ലേ, നല്ല മനോഹരമായ പ്രകൃതി ഭംഗിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ദൂരെ നിങ്ങൾക്ക് കൊട്ടവഞ്ചിയിലേക്കുള്ള ടിക്കറ്റ് എടുത്ത ആൾക്കാർ അവിടെ നിൽക്കുന്നത് കാണാൻ പറ്റും. അത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇറങ്ങുന്ന പ്ലേസാണത്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കുറച്ച് ക്ലാരിറ്റി കുറവാണ്. ഞാൻ എന്തായാലും അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്തൊന്നുകൂടി കാണിക്കാം. അപ്പോൾ ഈ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട എന്തായാലും കരുതണം, അല്ലെങ്കിൽ വെയിൽ സമയത്താണെങ്കിലും നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതിലൂടെ അങ്ങനെ അറ്റം വരെ നമുക്ക് പോകാം. അങ്ങനെ അറ്റത്ത് ചെന്നിട്ട് നമുക്ക് നടന്ന് തന്നെ ഇറങ്ങി ഡാമിൻ്റെ ഫ്രണ്ട് ഷട്ടർ കാണാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിലെ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാറിൽ പോയിട്ടും ഫ്രണ്ട് ഷട്ടറൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഡാം 4 ഷട്ടറും ഡാമിൻ്റെ ഓൾറെഡി ഓപ്പൺ ആണ് പ്രാവശ്യം. ഞാനങ്ങനെ നടന്ന് ഡാമിൻ്റെ ഏറ്റവും അറ്റത്തെത്തിയിട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിമനോഹരമാണ് ഈ പ്രദേശം കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ ആ മുകളിൽ കൂടിയുള്ള ആ ഒരു വാക്ക്വേയുടെ ഏറ്റവും അറ്റത്തെത്തി. അപ്പോൾ അറ്റത്ത് പിന്നെ ഇനിയും അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ അതിൻ്റെ ഷട്ടറിൻ്റെ മുകളിലൂടെയുള്ള ആ ഒരു റോഡ് പ്രവേശനമില്ല. അപ്പോൾ നമ്മൾ ഇവിടം വരെ നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഇവിടെ വരുമെന്നുള്ളൂ. പ്രായമുള്ള ആൾക്കാരൊക്കെ നടന്ന് എത്തുന്നില്ല. നല്ല വെയിലുള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊരു മാർഗ്ഗമുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ വഴിയിലൂടെ നമുക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഇതിലൂടെ നടന്ന് ഡാമിൻ്റെ ഫ്രണ്ട് ഷട്ടർ നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ എന്തായാലും ഇതിലൂടെ പോകുന്നില്ല ഇപ്പോൾ, കാരണം എനിക്ക് ഫാമിലിയുള്ള എല്ലാവരെയും കൊണ്ടുവരണം. അപ്പോൾ കാറിന് തന്നെ വരേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ വഴിയിലൂടെ ഇത്രയും തിരിച്ചു കടന്നിട്ട് ഈ കാണുന്ന ടാറിട്ട വഴിയിലൂടെ നേരെ ഇതിൻ്റെ റൈറ്റ് സൈഡിലൂടെയുള്ള ടാറിട്ട വഴിയിലൂടെ വേണം കാറിന് പോകാൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ വഴി. അപ്പോൾ ഞാൻ കുറച്ച് ദൂരം നടന്നാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ കാറായിട്ട് ഇപ്പോൾ ഇതിൽ വരുന്നില്ല. അതിനു മുമ്പ് നമുക്ക് കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ട്രക്കിങ് കാര്യങ്ങളും ചെയ്യുന്നില്ല. ട്രക്കിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ദിവസം മുമ്പേ വിളിച്ചു പറയണം. അപ്പോൾ ഈ പ്രാവശ്യം അതിന് പറ്റിയില്ല. അതുകൊണ്ട് ട്രക്കിങ് കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ കൊട്ടവഞ്ചിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതുപോലെ സൈക്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മൾ ചെയ്യുന്നില്ല. ഞാനതെല്ലാം കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോട്ടെ. നടന്നു പോയിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ തിരിച്ച് ബാക്ക് ടു എൻട്രൻസ് എത്തി. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഇറങ്ങി ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെയാണ് കൊട്ടവഞ്ചിയും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ ഈ വച്ചിരിക്കുന്നതൊക്കെയാണ് കൊട്ടവഞ്ചി. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ മൃഗങ്ങളുടെ കാര്യങ്ങളും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ മൃഗങ്ങളല്ല കേട്ടോ, ഇത് ഓൾ ഇന്ത്യയിലെ എല്ലാ ഫോറസ്റ്റിലുള്ള മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അതുപോലെയുള്ള മൃഗങ്ങളുണ്ട്, അതുപോലെ പക്ഷികളുടെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഒഫീഷ്യൽ ബേഡ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധതരം ബോർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പോസ് ചെയ്ത് വായിക്കാം. അങ്ങനെ വിവിധതരം വൃക്ഷങ്ങളുടെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഈ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതും. അതുപോലെ നമ്മൾ ഓൾറെഡി ട്രക്കിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാണ് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതെല്ലാം. അപ്പോൾ ട്രക്കിംഗ് ഞാൻ പറഞ്ഞ പോലെ ട്രക്കിംഗ് നിങ്ങൾ നേരത്തെ വന്ന് ബുക്ക് ചെയ്യണം. ഒരു ദിവസം മുമ്പേ വിളിച്ച് പറയണം, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു വനശ്രീയുടെ ഒരു സ്റ്റോളുണ്ട്. അവിടെ നിന്ന് ഇതുപോലെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കിട്ടും. എല്ലാം റീസണബിൾ റേറ്റാണ്, കാര്യമായിട്ട് വലിയ റേറ്റൊന്നുമില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഐസ്ക്രീം കഴിക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു കാര്യം നേരത്തെ പറയാം. നിങ്ങൾ കൊട്ടവഞ്ചി കയറാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തിരക്കുള്ള ദിവസം ഉണ്ടെങ്കിൽ നേരത്തെ വന്ന് എടുക്കണം. കാര്യം ഈ ടിക്കറ്റ് നേരത്തെ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. 5 മണി വരെ നമുക്ക് കൊട്ടവഞ്ചി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ നമ്മൾ ആ ടിക്കറ്റ് എടുക്കണം.
അപ്പോൾ ഞാൻ എടുക്കാൻ കുറച്ച് വൈകിപ്പോയി. എന്നിരുന്നാലും അതുകൊണ്ട് എനിക്ക് കിട്ടില്ല എന്നുള്ള പ്ലാനിൽ നിൽക്കുമായിരുന്നു ഞാൻ. എന്തോ ഭാഗ്യം കൊണ്ട് ലാസ്റ്റ് എനിക്ക് കിട്ടി. നമ്മളങ്ങനെ കൊട്ടവഞ്ചിയുടെ സ്ലോട്ട് ആവുന്നവരെ ഇവിടെ ഡാമിൻ്റെ താഴ്ഭാഗത്ത് ഈ വെള്ളമൊക്കെ ഉള്ള ഭാഗത്ത് ജസ്റ്റ് വെയിറ്റ് ചെയ്യുകയാണ്. ഭയങ്കര മനോഹരമായ കാഴ്ചയാണ്. ധാരാളം മീൻകുഞ്ഞുങ്ങൾ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കൊച്ചു പിള്ളേർ ജസ്റ്റ് തോർത്തൊക്കെ വെച്ച് ഇങ്ങനെ മീൻകുഞ്ഞുങ്ങളെ പിടിക്കുകയാണ് ഇവിടെ. നല്ല രസമാണ് കാണാൻ. അതുപോലെ നമുക്കിങ്ങനെ കാല് ഒക്കെ ഈ വെള്ളത്തിലേക്ക് നീട്ടി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ മീനുകൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ നീർനായുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കുകയും വേണം. കുട്ടികളൊക്കെ ഇറക്കുമ്പോൾ നല്ല രീതിയിൽ സൂക്ഷിക്കുകയും വേണം. കണ്ടോ എന്തൊരു ഭംഗിയാണോ ഈ പ്ലേസൊക്കെ കാണാൻ ശരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ചിലവഴിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സ്ലോട്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇനി കൊട്ടവഞ്ചിയിലേക്ക് കയറും. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടി കേട്ടോ. 400 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഇതിനകത്ത് 4 മുതിർന്നവർക്ക് പോകാം, വേണമെങ്കിൽ ഒരു കുട്ടിക്കും കൂടി പോകാം. അപ്പോൾ നിങ്ങളിപ്പോൾ 2 പേരൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഒന്ന് അന്വേഷിച്ച് ഷെയർ ചെയ്ത് ആരെങ്കിലുമായിട്ട് പോയി കഴിഞ്ഞാൽ അത്തരം പൈസ ലാഭിക്കാം. അപ്പോൾ ടിക്കറ്റ് പരമാവധി നേരത്തെ എടുക്കാൻ നോക്കുക. അത് വീക്കെൻഡിലാണ് വരുന്നതെങ്കിൽ. വീക്ക് ഡേയ്സിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വീക്കെൻഡിൽ നേരത്തെ എടുത്തില്ലെങ്കിൽ തിരക്ക് കൊണ്ട് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഇപ്പം നമ്മുടെ കൊട്ടവഞ്ചിക്ക് നമുക്ക് മുമ്പ് വന്നിട്ടുള്ള ടീം കയറാൻ പോവാണ്. അപ്പോൾ അവർ പോയി വന്നതിന് ശേഷം ആണ് നമ്മൾ കയറേണ്ടത്. ഇപ്പോൾ നമ്മുടെ സ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും ഇവർ പോയി വന്നതിന് ശേഷം നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറാൻ പോവുകയാണ്. ഇനി ഞാൻ അങ്ങോട്ട് മ്യൂസിക് ഇടുന്നില്ല കേട്ടോ. കാര്യം അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ, കാർഡിൻ്റെയൊക്കെ സൗണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് മ്യൂസിക്കൊന്നും ഇല്ലാണ്ട് റിയൽ വീഡിയോ സൗണ്ടിൽ തന്നെ പോവാം. സൂക്ഷിച്ചായിരിക്കോ അവിടെ ഇരുന്നോ, അടുക്കിരുന്നോ, ഇവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ, അടുക്കുന്ന അവിടെ അടുക്കിരിക്കുന്നു, അടുക്കിരിക്കും. അയ്യോ കെട്ടിക്കൊടുക്കട കുറച്ചിറങ്ങിയിരുന്നു, കുറച്ചിരിക്കും, ഫ്രണ്ടിലേക്ക് ഇരിക്കും. അത് ക്ലിപ്പിട്. കൊട്ടേ കയറി പോണ പാറുവിന് ക്ലിപ്പ് ഇട്ടിട്ടില്ലേ? ഇപ്പൊ കിട്ടും. നല്ല ആഴമുണ്ടല്ലേ അത്. ആനുവൽ വ്യൂസ് കിട്ടാറുണ്ടോ വൈകുന്നേരമൊക്കെ? മൃഗത്തിന്റെ ആനയൊന്നുമില്ല അവിടെ, ആനയൊന്നുമില്ല അവിടെ. വെള്ളം കൂടുതലുണ്ടല്ലേ കുറച്ചുകൂടി. ഇങ്ങനെ ഭയങ്കര തടിയാടിയാണ്. വൈകുന്നേരം 5 വരെ പിന്നെ രാവിലെ ഒരു 2 മണി വരെ 2:30 കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങി. നല്ല തിരക്കായിരുന്നു ലാസ്റ്റ് പ്രശ്നം നല്ല മഴയുള്ള പാറ എവിടെ കയറി നോക്കട്ടെ അമ്മ.
ചിരിച്ചേ. ആ മാമനോട് പേരൊക്കെ ചോദിച്ചേ. ആ മാമനോട് പേരൊക്കെ ചോദിച്ചേ. ആ അങ്കിളിനോട് പേര് ചോദിച്ചേ. വേറെ കൊച്ചികളൊക്കെ ഉണ്ടായിരിക്കണ്ട. അത് നോക്കില്ലേ? പാറു ഷിമിനിയിൽ ആകാശം മുകളിലേക്ക് നോക്കിക്കോ. അതാണ് നോക്കണേ പാറു. കണ്ട ഇവിടെ ആനയുണ്ടാ? അവിടെ നമുക്ക് മാത്രം ഒരു സാധനം കണ്ടില്ല കേട്ടോ. വൈകുന്നേരം ഇറങ്ങി വരില്ലേ വെള്ളം കുടിക്കാനൊന്നായിട്ട്? ഈ ആന കൂടുതൽ കാണാൻ പറ്റൂലേ? ബാക്കിയാണ് ആനയ്ക്ക് മാറിയ സ്ഥലം അങ്ങനെ വിളിച്ചു മാറാനൊന്നും പറ്റില്ലല്ലോ. ഈ കടുവയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അങ്ങനെ കാണാൻ കടുവയൊന്നും അങ്ങനെ കാണാൻ പറ്റൂലായിരിക്കും. പാറു മിക്കാറും ഇവിടെ കിടന്ന് ഉറങ്ങൂട്ടാ. പാറു കിടന്ന് ഉറക്കായി. പാട്ടൊക്കെ പാട്. ഇത് തലയിൽ വെച്ചോ. മുഖത്ത് വെച്ചല്ലേ? മുഖത്ത് വെച്ചോ. അങ്ങനെ വെച്ചോ. അപ്പോൾ വിളിച്ചങ്ങ് വെയിലോടൂല. മുഖത്ത് വെച്ചോ. നമ്മള് ഈ തുപ്പിയെടുത്ത് മുഖത്ത് വെച്ചോ. ഇവിടെ പേരെന്താ? മരുഭൂമി പോയി. അതുകൊണ്ട് ഹങ്കിൻ്റെ പഴയ ആ ഐലൻഡൊക്കെ ഇതേപോലെ ഇടി അവരൊക്കെ നട്ടുകളൊന്നും വെച്ചു. കടം സൈലന്റ് നോക്കി. അവിടുത്തെ ആൾക്കാരോട് വെച്ച് ഇവിടെ കേൾക്കാം. പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാം. കാട്ടിലേക്ക് വന്നുണ്ടോ പാറു? അവിടെ പുലി ഉണ്ടാവും, കടുവ ഉണ്ടാവും. സ്നേഹത്തോട് വർത്താനം പറഞ്ഞു. ഇതപ്പുറത്തേക്ക് റോഡാണോ? അത് കഴിഞ്ഞ കാടാണല്ലേ ഫുള്ള്? മൊത്തം കാട്. നമ്മള് നോക്കി നമ്മള് അങ്ങോട്ട് നോക്കിയാൽ ഇപ്പൊ അവിടെ കൊക്കൊക്കെ വരും. നോക്കി അങ്ങോട്ട് നോക്കി. കാര്യം പാറുന്നോട് പറയട്ടെ. തിരിച്ചു പോവാണ് നമ്മള്. ഞങ്ങൾ തിരിച്ചു നോക്കി. തിരിച്ചു എന്ത് സ്പീഡാ നോക്കി. നമ്മള് പോവാ മോളെ. പുതിയ പാൻറ് ഇപ്പം നമ്മൾ വണ്ടി കയറുമ്പോൾ മോന് വേറെ പാൻറ് ഇടിക്കും. വേറെ പാൻറ് ഞാൻ ഇപ്പോൾ വാങ്ങി. എന്നിട്ട് നമ്മൾ വേറെ പാൻറ് ഈ പാൻറ് ഇപ്പം നമ്മളിവിടെയൊക്കെ സിനിമയുടെ മാത്രമല്ല ഈ വെഡിങ് ഷൂട്ട് അത് ഇതൊക്കെ കിട്ടും. അങ്ങനെ അവിടെ എത്തുമ്പോഴത്തേക്ക് പറഞ്ഞു കാണാതെ ചെറുതാ. ഇഷ്ടമായ പാറു? പാറു എപ്പോഴാണ് ഞാൻ ഇഷ്ടമായ ചിലപ്പോൾ തലർന്നല്ലേ?
എനിക്ക് തുണിയൊന്നും ചെറുകില്ല. ഇത് ഈ സീസൺ അതിൻ്റെ തിരക്കാന്നല്ലേ, ഈ വെക്കേഷൻ്റെ തിരക്കാന്ന് തോന്നല്ലേ, അല്ലെങ്കിൽ ഓണത്തിൻ്റെ അല്ലെങ്കിൽ അത്രയും ഇല്ല സ്വസ്ഥമായിട്ട്. ഇവരെ പണിയെടുത്ത് അങ്ങനെ നമ്മൾ കൊട്ടവഞ്ചിയിലെ കറക്കമൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ നേരത്തെ പറഞ്ഞ റോഡിലൂടെ വണ്ടി എടുത്ത് നമ്മൾ ഡാമിൻ്റെ ഫ്രണ്ട് ഷട്ടർ ആ ഭാഗങ്ങളെല്ലാം വേണ്ടി കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഇവിടെ KSEBയുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തു. യൂഷ്വലി ഇവിടെയൊക്കെ സ്പേസ് ഒരുപാട് ഉണ്ടാകാറുണ്ട്, പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഓണത്തിൻ്റെ ഹോളിഡേയ്സാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ചിമ്മിനി മെയിൻ ഷട്ടർ. ഇവിടെ 4 ഷട്ടറുണ്ട്, 4 ഓപ്പണാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ശരിക്കൊരു വെള്ളച്ചാട്ടം പോലെ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്കിന്ന് തൊട്ടടുത്ത് വരെ പോവാം. സൈഡിൽ കൂടി നമുക്ക് നിൽക്കാനുള്ള അതിൻ്റെ ഒരു പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഈ ടൈമിൽ. അപ്പോൾ നിങ്ങൾ ഡാമിൻ്റെ ഒരു വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇത് വളരെ വ്യത്യസ്തമായ വീഡിയോ ഒന്നുമല്ല. ചിമ്മിനി ഡാമിൻ്റെ ഒരുപാട് വീഡിയോ യൂട്യൂബിലുണ്ട്. എന്നിരുന്നാലും 2024 നമ്മുടെ ഒരു വർഷമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഇൻഫോർമേറ്റീവായ കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ഫ്രൈഡേ 4 മണിക്കാണ്. അതുവരേക്കും ട്രാവൽ ആൻഡ് ആർട്ട് സൈനിങ് ഓഫ് അരുൺ.